നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 30. ആദിയുടെ കൂടെ പോവാൻ കഴിയാതെ അല്ലി വിഷമിച്ചു പോയി. ആകെ തളർന്നുപോയ അച്ചമ്മയെ വിട്ടു പോയാല് അവരിനിയും വീണാലോ എന്നോർത്ത് അല്ലിക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. പക്ഷേ ആദി പോയ വഴിയെ നോക്കുവേ അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ഇതേ സമയം രാമൻ പറഞ്ഞതെല്ലാം കേട്ട് കൃഷ്ണൻ അഞ്ജലിയെ രൂക്ഷമായി നോക്കുകയായിരുന്നു. ആ നോട്ടത്തിൽ അവർ വിറച്ചു പോയിരുന്നു. കൃഷ്ണൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഏട്ടൻ പറഞ്ഞത് സത്യാണോ? നീ കണ്ണനോട് അങ്ങനെ ചെയ്തോ? കൃഷ്ണൻ ചോദിച്ചു. അതിനിപ്പോ എന്താ, അവനെടുത്ത ചോരയൊന്നും അല്ലല്ലോ. എല്ലാവരും ഉള്ള ധൈര്യത്തിൽ അഞ്ജലി പറഞ്ഞതും അവരുടെ കവിളിലേക്ക് കൃഷ്ണൻ ആഞ്ഞടിച്ചു. എന്റെ കുഞ്ഞിനെ നീ ഒറ്റപ്പെടുത്തിയോ? മക്കളില്ലായിരുന്ന നമുക്ക് ദൈവം തന്നതായിരുന്നില്ലേ അവനെ? നിന്നെ അമ്മയെന്ന് ആദ്യമായി വിളിച്ചത് അവനല്ലേ? എന്നിട്ട് ആ കുഞ്ഞിനോട് നീ എന്താ ചെയ്തത്? കൃഷ്ണൻ വീണ്ടും കൈ ഓങ്ങിയതും അച്ഛമ്മ അയാളെ തടഞ്ഞിരുന്നു. വേണ്ട, നീ കൂടെ ഈ വീട്ടിലുള്ളപ്പോഴാ ഇങ്ങനെയൊക്കെ നടന്നത് കൃഷ്ണ. ഞാൻ മനസ്സിലാക്കിയത് നിനക്ക് എന്തേ മനസ്സിലാക്കാൻ കഴിയാഞ്ഞത്? അച്ഛമ്മ ചോദിച്ചു. അമ്മേ, ഇവളെന്നും കണ്ണനെ കുറിച്ച് എന്ത് സ്നേഹത്തോടെയാ സംസാരിച്ചിരുന്നത്. ആ ഇവളെ ഞാൻ എങ്ങനെ സംശയിക്കും? ശരിയാ, എന്റെ കുഞ്ഞനുഭവിച്ചതൊക്കെ എന്റെ തെറ്റ് തന്നെയാ. കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാഗിണി വേഗം കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങളൊക്കെ ഈ ആരുമില്ലാത്ത ചെക്കന് വേണ്ടി എന്തിനാ വിഷമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. രാഗിണി പുച്ഛത്തോടെ ചോദിച്ചു. അവൻ എന്റെ മകനായതുകൊണ്ട് ചേച്ചി, എന്റെ സ്വന്തം മകൻ. അതിന് ആരൊക്കെ അല്ലെന്ന് പറഞ്ഞാലും ഒരു മാറ്റവും ഉണ്ടാവാൻ പോണില്ല. ആദിദേവ് എന്റെ മകനാണ്, രാമൻ അഭിമാനത്തോടെ ചേച്ചിയോട് പറഞ്ഞു. മാലതിയോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലായിരുന്നു അമ്മേ. പക്ഷെ അറിയാതെയാണെങ്കിലും അവളൊരു നല്ല കാര്യം ചെയ്തു. അല്ലിമോള്, അവൾ എന്റെ മോന്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് മാത്രം അവളോട് ഈ ചെയ്തതൊക്കെ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാവും. പക്ഷെ ഇനിയും എന്റെ മകന്റെ ജീവിതത്തിൽ കയറി കളിച്ചാൽ കൊന്നു തള്ളും ഞാൻ അവളെ. എന്റെ കുടുംബത്തിന് വേണ്ടി ഇവളുടെ ജീവൻ എടുക്കാനും ഞാൻ മടിക്കില്ല, രാമൻ മാലതിയെ നോക്കി രൂക്ഷമായി പറഞ്ഞു. അപ്പോഴാണ് അച്ഛമ്മ ആദ്യം തെരഞ്ഞത്. എന്റെ കുഞ്ഞെവിടെ? അച്ഛമ്മ ചോദിച്ചപ്പോഴാണ് എല്ലാവരും ആദ്യം നോക്കിയത്. അല്ലി വേഗം റൂമിലേക്ക് ചെന്നു. പക്ഷെ അവിടെയെങ്ങും അവനെ കാണാതെ അല്ലി ഭയന്നുപോയി. അവൾ വേഗം ഹോളിലേക്ക് ചെന്ന് അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛാ, ആദ്യമായിട്ട് അവിടെയെങ്ങും ഇല്ല. അല്ലി കരഞ്ഞു പോയിരുന്നു. മോൾ കരയല്ലേ, അവൻ സഹിക്കാൻ കഴിയുന്നതല്ലോ സംഭവിച്ചത്. കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് അവന്റെ സങ്കടമൊന്ന് കുറയട്ടെ, അവൻ ഇങ്ങോട്ട് വന്നോളൂ. ഇളയച്ചൻ അല്ലി സമാധാനിപ്പിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് എങ്ങനെയാവും അച്ഛാ? അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. മോള് റൂമിലേക്ക് ചെല്ല്, രാമൻ അവളെ അകത്തേക്ക് പറഞ്ഞയച്ചു. ആദ്യം കോൾ ചെയ്തെങ്കിലും അവൻ കോൾ എടുക്കുന്നില്ലായിരുന്നു. അലിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. താനും അവനെ ഒറ്റപ്പെടുത്തതുപോലെ അലിക്ക് തോന്നി. അവൻ എവിടെ പോയതാവുമെന്നോർത്ത് അവൾ ആകെ വല്ലാതായി. ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ അല്ലി ആദിയെ കാത്തിരുന്നു. പക്ഷെ ആദി വന്നില്ല. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ അലി താഴേക്ക് ചെന്നു. പുറത്തിറങ്ങി നോക്കിയതും അപ്പോഴും ആദി വന്നിട്ടില്ലായിരുന്നു. അലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എവിടെ പോയതാണ് ആദ്യേട്ടാ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അലി സ്വയം ചോദിച്ചു. രാവിലെ എല്ലാവരും വന്നതും ആദ്യം അപ്പോഴും തിരികെ വന്നിട്ടില്ല എന്നറിഞ്ഞ് അവരൊക്കെ ധർമ്മസങ്കടത്തിലായി. പണ്ടും ഇങ്ങനെയായിരുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഒരു പോക്ക് അങ്ങ് പോകും. എന്നിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ വരും. വലിയ IPS ആയപ്പോ ഈ ശീലങ്ങളൊക്കെ മാറിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെ. വല്ല ഊർദണ്ടിക്കും ഉണ്ടായതാവും, അതാവും ഈ സ്വഭാവം, രാഗിണി അപ്പച്ചി പറഞ്ഞു. അപ്പച്ചി, ചേച്ചി. അല്ലിയും രാമും ഒരുപോലെ ദേഷ്യത്തിൽ രാഗിണിയെ വിളിച്ചു. ഇനി എന്റെ ആദ്യേട്ടനെ കുറിച്ച് ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ നടന്നതിൽ ആ മനുഷ്യൻ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റേറ്റത് മറ്റൊരാള്, പക്ഷെ കുറ്റവും ഒറ്റപ്പെടലും എന്റെ ആദ്യേട്ടനും. ഇനി ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. ആദ്യേട്ടൻ നിങ്ങളെ ആരെയും വേണ്ട, ഞാനുണ്ട്, ഞാൻ മാത്രം മതി. അല്ലി വേഗം അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നു. ആദ്യേട്ടൻ ഫ്ലാറ്റിലുണ്ടാവും അച്ഛമ്മ, അവിടെ ആൾക്ക് സമാധാനം കിട്ടും. ഞാനും അങ്ങോട്ട് പോവാണ്. എല്ലാം ഒന്ന് കഴിഞ്ഞ് ആളുടെ മനസ്സ് ശരിയാകുമ്പോ അച്ഛമ്മയെ വന്ന് കണ്ടോളും. അല്ലി അച്ഛമ്മയോട് പറഞ്ഞിട്ട് റൂമിലേക്ക് ചെന്നു. വേഗം ബാഗ് പാക്ക് ചെയ്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും അവൾ ആദ്യയെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവള് പറഞ്ഞതുപോലെ ആയിരുന്നില്ല കാര്യങ്ങള്. ഫ്ലാറ്റിൽ ചെന്നപ്പോ ആദ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതോടെ അല്ലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. അവൾ വേഗം സാമിനെ വിളിച്ച് കാര്യം പറഞ്ഞു. സാം ഉടനെ തന്നെ ആദ്യം അന്വേഷിച്ചിറങ്ങി. ആലി അല്ലിയുടെ അടുത്തേക്ക് ചെന്നു. ആലിയെ കണ്ടതും അല്ലി കരഞ്ഞു പോയിരുന്നു. പക്ഷെ ആലി അവളെ സമാധാനിപ്പിച്ചു. വൈകുന്നേരമായിട്ടും ആദിയെ കാണാതെ ആയതും അല്ലിക്ക് ടെൻഷൻ കൂടി. ആലി സാമിച്ചിനോട് ഓഫീസിലെ മഹേശ്വരനോട് ചോദിക്കാൻ പറയൂ, അല്ലി ചോദിച്ചു. ആലി അത് സാമിനെ വിളിച്ചു പറഞ്ഞു. സാം ഉടനെ മഹേഷിനെ വിളിച്ചു.
മഹേഷ് ഏട്ടാ, ആദ്യം ഉണ്ടോ അവിടെ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സാം ചോദിച്ചു. സാറ് വന്നിരുന്നു ഇന്നലെ രാത്രി. ഇപ്പൊ ഇവിടെ ഇല്ല, ഒരു കേസിന്റെ കാര്യത്തിന് പോയല്ലോ, മഹേഷ് പറഞ്ഞു. അപ്പോഴാണ് സാമിന് ശ്വാസം നേരെ വീണത്. എവിടെയാ പോയത്? എപ്പോ വരും മഹേഷ് ഏട്ടാ? സാം ചോദിച്ചു. മുംബൈക്ക് പോയതാണ്. ചിലപ്പോ 2-3 മാസം കഴിയും മിക്കവാറും. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കേസാണ്. സാർ അത് എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ നൈറ്റ് പെട്ടെന്ന് കയറി വന്ന് സമ്മതം പറഞ്ഞു. ഇന്ന് രാവിലെയായിരുന്നു ഫ്ലൈറ്റ്. മഹേഷ് പറഞ്ഞത് കേട്ട് സാം ഞെട്ടി നിന്നു. ഇതേ സമയം അലിയുടെ ഫോണിലേക്ക് ആദ്യത്തെ മെസ്സേജ് വന്നു. സോറി കൃതി, ഐ നീഡ് ടൈം ടു ഡൈജസ്റ്റ് എവറിഥിങ്, ബട്ട് മൈ ഹാർട്ട് റിമൈൻസ് വിത്ത് യു. ഐ റിട്ടേൺ സൂൺ. വെയിറ്റ് ഫോർ മീ കൃതി. ആദ്യത്തെ മെസ്സേജ് വായിച്ചതും അലിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ കൂർന്നു വീണു. പുറകെ അല്ലിയും. അല്ലി! അലി ഓടി വന്ന അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അലിയെ സോഫയിലേക്ക് ഇരുത്തി. എന്തു പറ്റി അല്ലി? ആലി ആശങ്കയോടെ ചോദിച്ചു. അലി തന്റെ കയ്യിലെ ഫോൺ ആലിക്ക് നീട്ടി. ഫോൺ വാങ്ങി അതിലെ മെസ്സേജ് വായിച്ച ആലിക്ക് നല്ല ദേഷ്യം വന്നു. എന്താ കാര്യം? ഇങ്ങനെ നിന്നെ ഒന്ന് കാണാതെ പോവാൻ എന്താ ഇപ്പൊ ഉണ്ടായത്? ആലി ചോദിച്ചു. അല്ലി അവളോട് തലേന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ കേട്ടതും ആലിക്കും വല്ലാതായി. ഒക്കെ ശരിയാണ്, ആദിക്ക് പെട്ടെന്ന് ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അതിന് നിന്നെ അവോയ്ഡ് ചെയ്യണോ? അലിക്ക് ദേഷ്യം വന്നു. ആദ്യയുടെ വിഷമത്തേക്കാൾ അവൾക്ക് അലിയുടെ സങ്കടമാണ് കണ്ണിൽപ്പെട്ടത്. കുറച്ചു കഴിഞ്ഞതും അലിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് വന്നിരുന്നു. രാമച്ചൻ പറഞ്ഞാണ് അനിയച്ചനൊക്കെ വിവരങ്ങൾ അറിഞ്ഞത്. അവര് ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോഴേക്കും രാമച്ചനും അച്ഛമ്മയും അവിടേക്ക് വന്നു. ആദ്യ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി മുംബൈ പോയ കാര്യങ്ങളും പിന്നെ തറവാട്ടിൽ നടന്ന സംഭവങ്ങളും രാമൻ തന്നെ അനിയെ അറിയിച്ചു. ആദ്യ രാമന്റെ സ്വന്തം മകനല്ല എന്നറിഞ്ഞത് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. എന്റെ കുഞ്ഞിനെ സന്തോഷം കിട്ടിയത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ്. നിങ്ങളെ കൂടി അവനെ ഒറ്റപ്പെടുത്തരുത്, രാമൻ അനിയുടെ കൈകളിൽ പിടിച്ച് അപേക്ഷിച്ചു. എന്തൊക്കെയാണോ ഈ പറയുന്നത്? ആദ്യം ഞങ്ങൾ ഒറ്റപ്പെടുത്താനോ? അവൻ ഞങ്ങളുടെ കൂടി മകനല്ലേടോ. എന്റെ അല്ലിയേക്കാൾ ഞങ്ങൾക്ക് അവനെയാണ് ഇഷ്ടം. അവൻ പോയത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. അത് പക്ഷേ ഈ വിഷമമൊക്കെ അവൻ ഒറ്റയ്ക്ക് അനുഭവിക്കണല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആദ്യയുടെ ഈ ഒളിച്ചോട്ടത്തിന് പിന്നിലെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചു സമയം ഒറ്റയ്ക്കാവുമ്പോ അവൻ ഓക്കെ ആവും. അപ്പോ അവന് നമ്മളെ ഒന്ന് കാണാതിരിക്കാൻ കഴിയില്ലടോ. പ്രത്യേകിച്ച് എന്റെ അല്ലിയെ. അവൻ പാഞ്ഞിങ്ങ് വരും, അനിയച്ചൻ പറഞ്ഞു. നിങ്ങൾ ശരിക്കും അവന്റെ ഭാഗ്യമാണ് നീ. അവൻ വരും, വരാതെ എവിടെ പോവാനല്ലേ? രാം ചോദിച്ചു. ഈ സമയം അമ്മമാരും അച്ഛമ്മയും അല്ലയെ സമാധാനിപ്പിക്കുകയായിരുന്നു. നന്ദിനി അമ്മ അല്ലയോട് അവരുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലാനായി പറഞ്ഞു. പക്ഷെ അല്ലി അതിന് സമ്മതിച്ചില്ല. ഇവിടെ നിറയെ ഞങ്ങളുടെ ഓർമ്മകളാണമ്മേ. വേറെ എവിടെ പോയാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല, പ്ലീസ്, അല്ലി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ അവസ്ഥ മനസ്സിലായതും നീന ചെറിയമ്മ നന്ദിനിയെ പറഞ്ഞു മനസ്സിലാക്കി. അമ്മ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാനും അല്ലി തയ്യാറായില്ല. ഒറ്റയ്ക്കായി തോന്നിയ ഓടി വീട്ടിലേക്ക് വരണേ അല്ലി, അമ്മ അല്ലിയോട് പറഞ്ഞു. അവസാനം അല്ലിയുടെ നിർബന്ധം കാരണം എല്ലാവരും അവളെ അവിടെ തന്നെ വിട്ട് വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. എല്ലാവരും പോയതും അലി ഡോർ അടച്ച് റൂമിലേക്ക് ചെന്നു. ബെഡിൽ ഇരുന്നുകൊണ്ട് ഭിത്തിയിലുള്ള അവരുടെ ഫോട്ടോയിലേക്ക് നോക്കി. അല്ലി പൊട്ടി കരഞ്ഞുപോയി. അത്ര നേരം അവൾ അടക്കി വെച്ച സങ്കടം എല്ലാം ഒറ്റയ്ക്കായതും കരച്ചിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നു. എന്നെക്കുറിച്ച് എന്തേ ഓർക്കാതിരുന്നത് ആദ്യേട്ടാ? ഒന്ന് കാണാതെ, ആ ശബ്ദം ഒന്നും കേൾക്കാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അല്ലി പൊട്ടിക്കരഞ്ഞു. ഞാൻ ആരും ആയിരുന്നില്ലേ? സഹിക്കാൻ കഴിയാത്ത സങ്കടം ഉണ്ടായപ്പോ അതൊക്കെ എന്നോട് പറയാൻ എന്താ കഴിയാഞ്ഞത്? ഞാനും സ്വന്തമായിരുന്നില്ലേ? അല്ലി ബെഡിലേക്ക് കിടന്ന് കരഞ്ഞു. എപ്പോഴോ തളർന്ന അവള് ഉറക്കത്തിലേക്ക് വീണു. അല്ലി രാവിലെ ഉണർന്നത് ഒരുപാട് വൈകിയാണ്. തലേന്നത്തെ കാര്യങ്ങളെല്ലാം ഓർത്തപ്പോ ഒരിടത്തും പോവാതെ റൂമിൽ തന്നെ ഇരിക്കാൻ തോന്നിയതും അവള് ബെഡിലേക്ക് വീണ്ടും കിടന്ന് ആദ്യത്തെ ഫോട്ടോയിലേക്ക് നോക്കി. ആദ്യയുടെ അവള് കുറെ പരിഭവം തോന്നി തന്നെ ഒറ്റയ്ക്കാക്കിയതിന്. പക്ഷെ ഏറ്റവും സങ്കടം അവൻ ഒറ്റയ്ക്ക് മാറി നിന്ന് എല്ലാ സങ്കടങ്ങളും ഒറ്റയ്ക്ക് സഹിക്കുന്നു ഓർത്തിട്ടായിരുന്നു. അപ്പൊ തന്നെ ഫോൺ എടുത്ത് ആദ്യയുടെ മൊബൈലിലേക്ക് അവൾ വിളിച്ചു. റിങ് ചെയ്തെങ്കിലും അവൻ കോൾ എടുത്തില്ല. അടുക്കളയിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു അല്ലിക്ക്. പേരിന് കുറച്ച് ചോറും ഒരു കറിയും ഉണ്ടാക്കി. കുളി കഴിഞ്ഞ് വന്നതും ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചു. ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു അവൾക്ക്. ബാൽക്കണിയിൽ ചെന്ന് വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അപ്പോഴാണ് അലിയുടെ ഫോൺ റിങ് ചെയ്തത്.
ഓടിച്ചെന്ന് ഫോൺ എടുത്ത് നോക്കിയതും അല്ലിയുടെ മുഖത്ത് നിരാശ നിറഞ്ഞു. ഹലോ അമ്മേ, മോളെ എണീറ്റോ? അമ്മ ചോദിച്ചു. എണീറ്റു. ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, അല്ലി പറഞ്ഞു. ഇങ്ങോട്ട് വരായിരുന്നു. നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് ഒരു സമാധാനവും ഇല്ല അല്ലി, നന്ദിനി പറഞ്ഞു. ഒറ്റയ്ക്കാക്കിയ ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. അമ്മ വിഷമിക്കേണ്ട, ഞാൻ ഓക്കെയാണ്. ഇന്നലെ പെട്ടെന്ന് എല്ലാം കൂടി കേട്ടപ്പോൾ തളർന്നു പോയെന്നേ ഉള്ളൂ. എനിക്കറിയാം, എന്നെ കാണാതെ അധിക ദിവസം ആദ്യമായിട്ട് നിൽക്കാൻ പറ്റില്ല അമ്മേ. ആള് വേഗം വന്നോളൂ, അല്ലി അമ്മയെ സമാധാനിപ്പിച്ചു. അച്ഛനും അല്ലിയോട് വിശേഷങ്ങൾ പറഞ്ഞു. അല്ലിക്ക് ധൈര്യം കൊടുക്കാനായിരുന്നു അച്ഛൻ ശ്രമിച്ചത്. പക്ഷേ പിറ്റേന്ന് രാവിലെ തന്നെ അമ്മ വീട്ടിലെത്തിയിരുന്നു. അവിടെ എനിക്കൊരു സമാധാനവും കിട്ടില്ല അല്ലേ. 2 ദിവസം നിന്നിട്ട് അമ്മ പോയിക്കോളാം, നന്ദിനി പറഞ്ഞു. അമ്മ വന്നതില് ആദ്യം ഒന്ന് മുഖം വീർപ്പിച്ചെങ്കിലും പിന്നെ ആൾക്ക് മനസ്സിലായിരുന്നു അമ്മ വന്ന് നന്നായി എന്ന്. പകല് മുഴുവൻ എന്തെങ്കിലും പറഞ്ഞ് അല്ലിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നന്ദിനി. ആദ്യം ഓർത്ത് വിഷമിച്ചിരിക്കാനോ കരയാനോ ഒരവസരം പോലും നന്ദിനി അല്ലിക്ക് കൊടുത്തില്ല. പക്ഷേ രാത്രി കൂടെ കിടക്കാൻ അമ്മയെ അല്ലി സമ്മതിച്ചില്ല. പകല് മുഴുവൻ അടക്കി വെച്ച സങ്കടം അവൾ ഒറ്റയ്ക്കായപ്പോ കരച്ചിലായിട്ടാണ് പുറത്തേക്ക് വന്നത്. 3-4 ദിവസം കൂടി അല്ലി ലീവ് എടുത്തു. എല്ലാ ദിവസവും ആദ്യം വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു ദിവസം പോലും അവൻ ആ കോൾ എടുത്തില്ലായിരുന്നു. അച്ഛനും അച്ഛമ്മയും ഒക്കെ എല്ലാ ദിവസവും വിളിച്ച് അല്ലിയുടെ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. എല്ലാവരും നിർബന്ധിച്ചപ്പോ അല്ലി പിന്നെയും സ്കൂളിൽ പോയി തുടങ്ങി. അല്ലി സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് നന്ദിനി തിരിച്ച് വീട്ടിലേക്ക് പോയത്. പിന്നെയും അല്ലിക്ക് ആദ്യയുടെ ഓർമ്മകൾ മാത്രമായി കൂട്ട്. അവൾ അവനോട് പരിഭവം പറഞ്ഞു, പരാതികൾ പറഞ്ഞു. ആ വീട്ടിലെ എല്ലായിടത്തും ആദിയും അല്ലിയും നിറഞ്ഞു നിന്നിരുന്നു.